ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കോളേജിലെ ഒരു ഡേ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ പ്രാക്ടിക്കൽ അവറാണ്. ഈ പ്രാക്ടിക്കൽ അവറിൽ ഞങ്ങളിന്ന് പിസ്സ ഉണ്ടാക്കാൻ പോവുകയാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മൾ ഈ മൈദ ഒഴിച്ചിട്ട് വേറെ എന്തെങ്കിലും സാധനം ഇല്ലേ, വേറെ മാവുകളില്ല, അത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പിസ്സ ഉണ്ടാക്കുന്നുള്ള പരീക്ഷണമാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. ഞങ്ങളുടെ പ്രാക്ടിക്കൽ അവറാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാം, കാരണം ക്ലിയർ ആയിട്ടല്ല ഞങ്ങൾ വീഡിയോ എടുത്തേക്കുന്നത്. ജസ്റ്റ് ഞങ്ങൾ ഫൺ ടൈമിനായിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കരുതി അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്ലോഡ് ചെയ്ത് വന്നപ്പോൾ 4-5 മിനിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ക്യാപ്സിക്കം നമ്മൾ ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനൊക്കെ അരിഞ്ഞെടുക്കാം. ഫില്ല് ചെയ്യാനുള്ളതാണ് ക്യാപ്സിക്കം. പിന്നെ ഒണിയനും എന്താ പറയുക, സാമ്പാറിന് അരിയത്തില്ലേ, അതുപോലെ കുഞ്ഞു ഇതായിട്ട് അരിയുക, അത് നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ മഷ്റൂംസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുഞ്ഞു അരിഞ്ഞിട്ട് ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് ചോളമാണ്, ചോളവും ഇച്ചിരി വെള്ളം ഒഴിച്ചതാക്കുക. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ എടുക്കാം. ഞങ്ങൾ അതിന് പകരം പനീറാണ് എടുത്തേക്കുന്നത്. പനീറാണ് എടുത്തത് കാരണം ഞങ്ങൾക്കിവിടെ വെജിറ്റബിൾ പിസ്സ മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ ഇവിടെ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ അലൗഡ് അല്ല, ഞാൻ എങ്ങനെയോ ആണ് ഇത് എടുത്തത്. ഇനി അപ്ലോഡ് ചെയ്തതിന് ശേഷം ആരെയും കണ്ടിട്ട് വല്ല പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ തക്കാളി ഇരുന്നിട്ടുണ്ടായിരുന്നു. തക്കാളിയിൽ അകത്തെ മറ്റേ ഇതില്ലേ കുരു, അതെടുത്ത് മാറ്റിയതിന് ശേഷം കുനുകുനാണ് ഞങ്ങൾ അരിയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവരുമാർ എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവരിതെന്നാൽ സംസാരിക്കണമെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ പ്രാക്ടിക്കലിന് തന്നതാണ്. ഇവിടെ ഓരോ സാധനത്തിനും കണക്കുണ്ട്. എന്തെങ്കിലും കാണാതെ പോയി നമ്മുടെ തലയിൽ വരും. അപ്പോൾ അവർ പറയായിരുന്നു ഇതെന്താ 7 അത്ഭുതങ്ങളിൽ 8ാമത്തെ അത്ഭുതമാണ് ഇതെന്നൊക്കെ പറയുന്നത്. കാരണം നമുക്ക് സ്പൂൺ പൊതുവേ കിട്ടാറില്ല, ഇന്ന് കിട്ടിയതിൻ്റെതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ 4 ടീമിന് വേണ്ടി ഇത്ര പനീറേ ഉള്ളതാണ് ഞങ്ങൾ ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞത്. അത് പിന്നെ ഞങ്ങൾ എണ്ണ ചൂടാക്കിയിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ പനീറിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത് പൊടിഞ്ഞു പോകാതെ നോക്കണം. ഇപ്പോൾ പനീറാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിക്കൻ എടുത്തിട്ട് ചിക്കൻ നിങ്ങൾ ഇഷ്ടത്തിന് വേവിച്ചെടുക്കുക. എനിക്കറിയത്തില്ല ചിക്കൻ എങ്ങനെയാണ് ഇതിൽ. ഞങ്ങൾ പൊതുവേ വെജിറ്റബിൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഒലീവ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 4 ഡിഫറെൻറ്റ് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. മൈദ എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഗോതമ്പാണ് ഉണ്ടാക്കിയത്. പിന്നെ ഒരു ടീം റാഗി, പിന്നെ ഈ ഉണ്ടാക്കുന്നത് വെച്ചാൽ സൂചിയില്ലേ, നമ്മുടെ റവ ആണ്. പിന്നെ ഒരു ടീം നമ്മൾ അരിപ്പൊടിയില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇടയിലുണ്ട് ആ വീഡിയോ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ജസ്റ്റ് നമ്മൾ സാധാ ചപ്പാത്തി പരത്തും പോലെ പരത്തിയതിന് ശേഷം ഒരു കിണ്ണം വെച്ച് മടക്കി വെച്ച് അടച്ച് വെച്ച് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ സ്ട്രഗിളാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് ഈ കീറി പോവാതെയൊക്കെ എടുക്കേണ്ടതാണ്. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദോശ തവയില്ലേ, അതിൽ നമ്മുടെ ഈ പിസ്സയ്ക്ക് ഇടുമ്പോൾ അത് ജസ്റ്റ് വരയിട്ട്, കാരണം അതിനകത്ത് സോസ് ഇറങ്ങാനുള്ള രീതിക്ക് വരയിട്ട്, ഇതിപ്പോൾ റാഗി ചെയ്യുന്നതാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത്. വരയിട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ പിസ്സ സോസ് നമ്മളിനി ഫില്ല് ചെയ്യാൻ പോവുകയാണ്. പിസ്സ സോസ് ഒഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒലീവ്സ് കട്ട് ചെയ്തിട്ടാണ് മനസ്സിലായത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഈ റൊട്ടിയില്ലേ, നമ്മുടെ പിസ്സയുടെ ബേസ് അത് വെച്ചതിന് ശേഷം നന്നായിട്ട് സോസ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് സോസ് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇടുക. ഞങ്ങൾ ആദ്യം ബേസായിട്ട് ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉള്ളിക്ക് മീതെ ക്യാപ്സിക്കം, പിന്നെ തക്കാളി ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇട്ടോളൂ. പിന്നെ മഷ്റൂംസ് വാട്ടിയെടുത്തോണ്ട് കേട്ടോ ഇങ്ങനെ കളർ വേറെ ആയിട്ടിരുന്നത്. പിന്നെ എൻ്റെ വാശിക്കാരണം ഞാൻ കുറച്ചധികം കുരുമുളക് പൊടി അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാൻ പറ്റും, ഇച്ചിരി സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ വേവിച്ചപ്പോൾ. അത് കഴിഞ്ഞ് കോണിട്ടു, പിന്നെ പനീർ ഇട്ടു. അവസാനം ഞങ്ങൾ ചീസ് കുഞ്ഞായിട്ട് കട്ട് ചെയ്താണ് ഇട്ടത്. കാരണം ഞങ്ങൾ ഈ തവയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞങ്ങൾ ഇവിടുത്തെ അവൻ ഇല്ലാതായിപ്പോയി, നമ്മൾ അവൻ എന്നൊക്കെ പറയില്ലേ, ആ സാധനം ഇല്ലാതായിപ്പോയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ കുറച്ച് ഒലീവ്സും ഇട്ടു. ഇങ്ങനെയാണ് നമ്മളെ പിസ്സ ഇരിക്കുന്നത്. ഇതാണ് എല്ലാ പിസ്സയുടെയും ബേസ്. അടുത്ത പിസ്സ ഇതാണിത്. നമ്മുടെ റവ ഉണ്ടാക്കിയ പിസ്സയാണ്. ബേസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാത്തിനും ഒന്നാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം കേട്ടോ. കാരണം ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചില്ല മൈദ കൊണ്ട് അല്ലാതെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കാണുമെന്ന്. നിങ്ങളെ പരീക്ഷണമായിരുന്നു. ഞങ്ങൾ പ്രാക്ടിക്കൽ അവറാണല്ലോ. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്ത് തീറ്റയാണ് ഗൈസ്, ഭയങ്കര തീറ്റയാണ് ഞങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ. കാരണം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരും. കാരണം നമ്മളൊന്നും വേസ്റ്റ് ആക്കാറില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സംഭവം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അതായത് ഇപ്പം ഏത് ഇതായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം റാഗി ആയതുകൊണ്ട് റാഗിക്ക് മാത്രം ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഞങ്ങൾക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. റൈസ് കൊണ്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ബേസ് നമുക്ക് ഈ പപ്പടം പോലെ ഇച്ചിരി ഹാർഡ് ബേസ് ആയിരിക്കും, പക്ഷേ ബീറ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ 4 പിസ്സയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ശരി ഗൈസ്, ബൈ.